NSS അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയതായിട്ട് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. എന്താ രാഷ്ട്രീയ നിലപാട്? അത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ വിശദീകരിച്ചില്ലേ? അത് CPM കൂടെയാണ്. CPM ഇപ്പോൾ ശബരിമലയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതെ. അപ്പോൾ NSS ഇപ്പോൾ പരാതിയില്ല. അതായത് ശബരിമല സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കണമെന്ന് ആവശ്യമില്ല. NSSൽപ്പെട്ട ഒരുപാട് പേർ കേരളത്തിൽ ഉടനീളം കേസുകളിൽ പ്രതിയാണ്. അതെ. ആ കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യമില്ല. അപ്പോൾ ധനലക്ഷ്മി ബാങ്കിലെ വ്യാജ രേഖ ഉണ്ടാക്കി മരുമകൻ ജോലി വാങ്ങിച്ചു എന്ന് പറയുന്ന ഒരു കേസുണ്ടെന്ന് ഒരു കഥയുണ്ട്. ഈ കഥ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇപ്പോൾ തിരുവല്ല സർക്കാർ ആശുപത്രിയിൽ ഒരു ഡോക്ടറുണ്ട്. ഡോക്ടർ ക്രിസ്ത്യാനിയാണ്. ഡോക്ടർ ഇപ്പോൾ പേടിച്ച് വിറച്ചിരിക്കുക. കാരണം എന്തറിയോ? ഈ ഡോക്ടറാണ് ഈ സർട്ടിഫിക്കറ്റ് തമിഴ്നാട്ടിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തത്. ഡോക്ടറുടെ പേരെനിക്കറിയാം, ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല. അതായത് ഇപ്പം പുറത്തു വരുന്ന വിവരം ഇത് ശരിയാണെന്നാണ്. കാരണം നമ്മൾ ധനലക്ഷ്മി ബാങ്കിൻ്റെ ചെയർമാൻ ആരാണെന്നറിയോ? കലഞ്ഞൂർ മധു. ആരാണെന്നറിയോ? ബാലഗോപാലിൻ്റെ ചേട്ടൻ. അദ്ദേഹമാണ് ധനലക്ഷ്മി ബാങ്കിൻ്റെ ചെയർമാൻ എന്നാണ് എൻ്റെ വിവരം. അദ്ദേഹം വളരെ വളരെ മാന്യനായ ഒരു പൊതുപ്രവർത്തകനാണ്. റെയിൽവേ കോൺട്രാക്ടർമാരുടെ സംഘടനയുടെ സംസ്ഥാന നേതാവൊക്കെ ആയിരുന്നു. വളരെ സൗമ്യമായി സംസാരിക്കുന്ന വളരെ ജെന്റിൽമാനായ ഒരു മനുഷ്യൻ. ബാലഗോപാലിനെ പോലെ തന്നെ ജെന്റിൽമാനാണ്. അപ്പോൾ ധനലക്ഷ്മി ബാങ്കിൽ ഒരു നിയമന ക്രമക്കേട് നടന്നെങ്കിൽ കലഞ്ഞൂർ മധു എന്ന് പറയുന്ന ചെയർമാൻ അറിയാമായിരിക്കും അല്ലേ? അദ്ദേഹത്തിന് CPM ബന്ധമുണ്ട്. കാരണം അനിയൻ കേരളത്തിലെ മന്ത്രിയാണല്ലോ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ ആ ബാങ്കിലാണ് ഇദ്ദേഹത്തിൻ്റെ മരുമകൻ, മകളുടെ ഭർത്താവ് വ്യാജരേഖ ഉണ്ടാക്കി ജോലി വാങ്ങി എന്ന് ബാങ്ക് കണ്ടെത്തി നടപടിയെടുക്കും മുമ്പ് രാജിവെച്ച വാർത്ത മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്നിരുന്നു. മകളും രാജിവെച്ചു. അത് കഴിഞ്ഞ് ധനലക്ഷ്മി ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിൽ പോയി ഊടുപാടി ചീത്ത വിളിച്ചു എന്ന് ജീവനക്കാർ പറയുന്നുണ്ട്. അറിയില്ല, ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണേ. ഇപ്പം ഇത് അറിയാവുന്നത് ഇപ്പം എന്ത് തെളിവെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ വിഷമിക്കും. പക്ഷേ സർട്ടിഫിക്കറ്റിന് തെളിവ് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വരും. അതവിടെ നിൽക്കട്ടെ. ഏതായാലും അതിനുശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. 2-3 വാർത്തകളുണ്ട് NSSുമായിട്ട്. ഒരു വാർത്ത, കേരളത്തിലെ CPMലെ ട്രബിൾ ഷൂട്ടറായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്ന ആരെന്നറിയോ? ദേവസ്വം മന്ത്രി BN വാസവനാണ്. ഒരു പ്രശ്നം പരിഹരിക്കാൻ കരുക്കൾ നിൽക്കുന്നത് ഇപ്പോൾ വാസവനാണ്. നമുക്ക് അഭിമാനിക്കാം. കാരണം നമ്മുടെ ഒരു നല്ല മന്ത്രിയാണ്. കോട്ടയം ജില്ലക്കാരനാണ്. ഞാൻ സിനുവിൻ്റെ കാര്യമാണ്, എൻ്റെ ജില്ലക്കാരനാണ്. അദ്ദേഹം ഒരു ജെന്റിൽമാൻ പൊളിറ്റീഷ്യനാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ട്രബിൾ ഷൂട്ടറായിട്ട് CPMലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ CPMനെ സേവ് ചെയ്യുന്ന ആളായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത്. ശരിയാണ്. NSSനെ CPMിലൂടെ അടുപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ സംഭാവന വലുതാണ്. ഈ പറഞ്ഞ പോലെ ഈ വ്യാജരേഖ കേസുണ്ടായി സുകുമാരൻ നായരുടെ മകളുടെ ഭർത്താവ്, മരുമകൻ ജയിലിൽ പോകുന്ന സ്ഥിതി ഉണ്ടാക്കിയത് തടയിട്ടിരിക്കുന്നത് വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും ചേർന്നാണ് എന്നാണ് കരക്കമ്പി. അതുകൂടാതെ ധനലക്ഷ്മി ബാങ്കുമായിട്ട് NSSൻ്റെ ബന്ധം ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, NSSൻ്റെ മുഴുവൻ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് മാറ്റി. എന്തുകൊണ്ടായിരിക്കും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് കരയോഗം മുതൽ വരുന്ന വരെയുള്ള NSSൻ്റെ എല്ലാ അക്കൗണ്ടുകളും എന്തിനാണ് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് മാറ്റിയത്? ഫെഡറൽ ബാങ്കിലേക്ക് മാറ്റി. പെട്ടെന്ന് മാറ്റി. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിൽ പഠിച്ച ആളാണ് വർഷങ്ങൾക്ക് മുമ്പ്. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിൽ തന്നെ, കോളേജിൻ്റെ ബിൽഡിങ്ങിൽ തന്നെ ധനലക്ഷ്മി ബാങ്കിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ആ ബ്രാഞ്ചിനെ അവിടെ നിന്ന് ഇറക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ NSSുമായി അഭേദ്യമായ ബന്ധം ധനലക്ഷ്മി ബാങ്ക് ഉണ്ട്. കാരണം ലക്ഷ്മി ദേവിയുടെ ചിത്രം വെച്ചിരിക്കുന്ന ഒരു ബാങ്കാണല്ലോ, ഒരു ഹിന്ദു ബാങ്ക് എന്ന് പറയാം. റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമുള്ള ഷെഡ്യൂൾഡ് ബാങ്കാണ്. പിന്നെ മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടുകളിൽ ഭൂരിപക്ഷവും ധനലക്ഷ്മി ബാങ്കിലാണ്. അപ്പോൾ ഈ പറയുന്ന മരുമകനെതിരെ നടപടിയെടുത്താൽ അക്കൗണ്ടുകൾ ദേവസ്വം ബോർഡും പിൻവലിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് നടപടിയെടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ അഭിമാനമുള്ള ഏതെങ്കിലും നായന്മാർ ധനലക്ഷ്മി ബാങ്കിന് ഒരു വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ ഈ സർട്ടിഫിക്കറ്റുകളും രേഖകളും ഒക്കെ വരും. ഏതായാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ധനലക്ഷ്മി ബാങ്ക്. ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ ധനലക്ഷ്മി ബാങ്കിനെതിരെ അന്വേഷണവും റിസർവ് ബാങ്കിന് വിശദീകരണം കൊടുക്കേണ്ടി വരും. ഏതായാലും 3.5 കോടി രൂപയോളം ശമ്പളമായി 17 വർഷത്തിനിടെ കൈപ്പറ്റിയത് തിരിച്ചടയ്ക്കണമെന്ന്
ബാങ്ക് പറഞ്ഞു എന്നും കഥകൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കഥകളാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു ഇങ്ങനത്തെ കഥകളൊക്കെ മണിച്ചേട്ടനെതിരെ പറയുന്നുണ്ട്. അതുകൊണ്ട് മണിച്ചേട്ടൻ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് സമുദായ അംഗങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റണം എന്ന് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അല്ല അദ്ദേഹത്തെ മോശമാക്കാനൊന്നുമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നു. തിരുവല്ലക്കാരനായ ഒരു ക്രിസ്ത്യാനിയായ ഡോക്ടർ പേടിച്ചിരിക്കുകയാണ് എന്നുള്ളതും കേട്ടുകേഴ്വിയാണ്. കരക്കമ്പിയാണ്. ഇപ്പം ഞാൻ അത് അദ്ദേഹത്തോട് ഇതാരും പറയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ട് ചങ്ങനാശ്ശേരി പെരുന്ന NSSന് നേരെ എതിർവശത്തേക്ക് ഒരു വഴിയുണ്ട്. അതായത് NSS മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെയൊക്കെ അവിടെ തടത്തോട്ട് പോകുമ്പോൾ NSS കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള വഴി, ആ വഴി നേരെ പോയാൽ പുഴവാതിലെത്തും. പുഴവാതിലെ കരയോഗം, ഇപ്പോൾ ഞാൻ വഴി പറഞ്ഞ് തെറ്റിപ്പോയെങ്കിൽ എന്നെ ഒന്നും പറയരുത്. ഈ പുഴവാതിലെ കരയോഗത്തിൽപ്പെട്ട S ഗോപകുമാർ, അമ്പിളി ഗോപകുമാർ, അവരുടെ മകനും മകളും ഇന്നലെ കരയോഗത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിക്കും കത്ത് കൊടുത്തു. ഞങ്ങൾ ഇനി NSSൽ ഇല്ല. കാരണം NSSൻ്റെ ഇതുവരെയുള്ള പ്രഖ്യാപിത നിലപാടിൽ നിന്ന് മാറിയിരിക്കുന്നു. NSS ഒരു ജാതി സംഘടനയാണ്, നായന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നായർ സർവീസ് സൊസൈറ്റിയാണ്. ഈ നായർ സർവീസ് സൊസൈറ്റി ഒരിക്കലും രാഷ്ട്രീയ നിലപാടെടുത്തിട്ടില്ല. ഇപ്പോൾ പരസ്യമായി CPMന് അനുകൂലമായി, പേര് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായ നിലപാടെടുത്തിരിക്കുന്നു. ഇത് NSSൻ്റെ പ്രഖ്യാപിത നയത്തിനെതിരാണ്. പ്രത്യേകിച്ച് ശബരിമല സംഭവമൊക്കെ ഉണ്ടായപ്പോൾ അന്ന് ഈ നാമജപ ഘോഷയാത്രയായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം രംഗത്തിറങ്ങിയത് NSS ആണ്. പെരുന്നയിലാണ്, ചങ്ങനാശ്ശേരിയിലാണ് ആദ്യത്തെ ജാഥ നടക്കുന്നത്. നായന്മാരാണ് ഇറങ്ങിയത്, നായർ സ്ത്രീകളാണ് ഇറങ്ങിയത്. പിന്നീടാണ് ഹിന്ദു സമൂഹം പിന്നാലെ വന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത ഒരു സർക്കാരിനോട് എങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നു എന്നാണ് ഇവരും കേരളത്തിലെ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളും ചോദിക്കുന്ന ചോദ്യം. ഇതിനിടയ്ക്ക് പുതിയൊരു വാർത്ത വരുന്നു. സുകുമാരൻ നായരെ ഇപ്പുറത്തോട് സമദൂരത്തിൽ നിന്ന് ഇടതു ദൂരത്തിലേക്ക് ചാടിക്കാൻ വേണ്ടി ചർച്ചകൾ നടത്തിയ ട്രബിൾ ഷൂട്ടർ സംഘം അദ്ദേഹത്തെ കണ്ടിട്ട് ഈ ധനലക്ഷ്മി ബാങ്ക് വിവാദത്തിൽ നടപടി ഉണ്ടാവത്തില്ല, പോലീസ് കേസെടുക്കത്തില്ല തുടങ്ങിയ ഉറപ്പുകൾ കൊടുത്തു. അതുകൂടാതെ അദ്ദേഹത്തിന് ഈ മക്കളോടുള്ള സ്നേഹം വളരെ വലിയ സ്നേഹമാണ്. അതെ. അതുകൊണ്ട് ഒരു സർവകലാശാലയുടെ VC ആക്കി ഒരു മകളെ മാറ്റാൻ പറ്റുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു, നടന്നില്ല. കോളേജ് അധ്യാപിക വരെ ആക്കി, അത് പറ്റിയില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഓഫറുള്ളത്, ചോദിക്കുന്ന സ്ഥലത്ത് മകൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാം എന്നൊരു ഉറപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് എന്ന് കരക്കമ്പിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ്? നിയമസഭ എന്തിനു കുഴപ്പം? വീണ ജോർജിന് സീറ്റ് കിട്ടില്ല. വീണ ജോർജ് സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ ഭാര്യ ആയതുകൊണ്ട് സീറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ക്രൈസ്തവ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാമെങ്കിൽ കേരളത്തിലെ നായന്മാരുടെ പോപ്പിൻ്റെ മകൾക്കൊരു സീറ്റ് കൊടുത്താൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പോൾ CPMൻ്റെ കൂടെ NSS വന്നു, SNDP നേരത്തെ കൂടെ ഉണ്ടല്ലോ. ഇന്നിപ്പോൾ ഈ സമസ്തയുടെ പത്രം സുപ്രഭാതം ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. എഡിറ്റോറിയൽ ഊടുപാട് പിണറായിയെ ചീത്ത പറയുക. അയ്യപ്പ സംഗമം നടത്തിയത് ഒരു മതേതര സർക്കാർ ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് മാത്രമല്ല, കേരളത്തിലെ കടുത്ത വർഗീയവാദിയായ മുസ്ലിം വിരുദ്ധ ആവർത്തിച്ച് പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ട് പമ്പയിൽ സംഗമത്തിന് വന്നത് വഴി നൽകുന്ന സന്ദേശം എന്താണ്? ഒപ്പം യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വായിക്കുകയും ചെയ്തു. അപ്പോൾ CPM പക്ക ഹിന്ദുയിസം കളിക്കുകയാണ്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നോ? ഇതൊരു ചോദ്യമാണ്. അപ്പോൾ വേറൊരു കഥ ഞാൻ പറയാം. 1-2 മാസങ്ങൾക്ക് മുമ്പ് സുകുമാരൻ നായർ വീണ് കാലിന് പരിക്ക് പറ്റി പെരുന്നയിലെ മന്നം മിഷൻ ആശുപത്രിയിലുണ്ടായിരുന്നു. അത് ആ സമയത്ത് എനിക്കറിയാമായിരുന്നു. പക്ഷെ നമ്മളപ്പോൾ അതേക്കുറിച്ച് സംസാരിച്ചില്ല. കാരണം ഒരാൾക്ക് സുഖമില്ലാതെ വരുമ്പോഴൊക്കെ നമ്മൾ അതൊന്നും വാർത്തയാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അവിടെയായിരുന്നു. അവിടെ ഒരു ദിവസം, ഇത് കഥയാണ്, തുഷാർ വെള്ളാപ്പള്ളി, BDJSൻ്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി സുകുമാരൻ നായരെ കാണാൻ പോയി. ഇവർ രാമലക്ഷ്മണന്മാർ എന്ന് പറഞ്ഞവർ ഉടക്കി പിരിഞ്ഞതിന് ശേഷം കാണാൻ പോയിട്ട് തുഷാറിൻ്റെ ഫോണിൽ നിന്ന് വെള്ളാപ്പള്ളി വിളിക്കുകയും സുകുമാരൻ നായരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്നും ഒരു കഥയുണ്ട്. അതിനുശേഷം 2-3 തവണ തുഷാർ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കണ്ടുവന്നോ സംസാരിച്ചു എന്നൊക്കെ കഥയുണ്ട്. അപ്പോൾ ഏതായാലും NSSും SNDPയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരുന്നു എന്ന് ഇത് കേൾക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? പിണറായിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. എന്നുവെച്ചാൽ വീണ്ടും ഒരു സർക്കാർ വരിക എന്നുള്ള ചില ലക്ഷ്യങ്ങളിലേക്ക് ഒരു പിന്തുണ. അങ്ങനെ സുകുമാരൻ നായർ ആലോചിക്കുന്ന അതൊരു കാര്യമുണ്ട്. അടുത്ത പ്രാവശ്യം UDFന് അധികാരം കിട്ടി നിൽക്കട്ടെ, നിർണായക സ്ഥാനം ആർക്കായിരിക്കും ഭരണത്തിൽ? മുസ്ലിം ലീഗ് ആയിരിക്കും. മുസ്ലിം ലീഗ് അങ്ങനെ വലിയ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ പിന്നെ ഹിന്ദു സംഘടനയ്ക്ക് എന്ത് പ്രാധാന്യം? NSSന് അവിടെ റോളില്ല. ഈ UDF നേതാക്കൾ എപ്പോഴും ഈ NSSന്റെ ഓഫീസിൽ കയറി ഇറങ്ങി നടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കാറ്റുള്ളപ്പോൾ കാറ്ററിഞ്ഞ് തൂറ്റുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്ന് പറയുന്നത് പോലെ
എന്നാൽ പിന്നെ നമുക്ക് രണ്ട് കൂട്ടർക്കും ഗുണം ഇതാണെന്ന് കേരളത്തിലെ രണ്ട് പ്രമുഖ സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ തീരുമാനിച്ചു എന്നും കഥകളുണ്ട്. ഇത് കഥകളാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്. എനിക്കതിനോട്ട് രസകരമായ കാര്യം, ഇപ്പോൾ ഒരു സന്യാസി യാത്ര, വിശ്വ ഹിന്ദു പരിഷത്ത് നടക്കുന്ന ഒരു യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കാൻ പോവാം. അതിൻ്റെ പ്രധാന സംഘാടകയും പ്രധാന നേതൃത്വത്തിൽ നിൽക്കുന്ന ആരാണെന്നറിയോ? SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ പ്രീതി നടേശൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ആ ജാഥയുടെ പ്രധാന സംഘാടകരിൽ ഒരാൾ മാന്യയായ ശ്രീമതി പ്രീതി നടേശനാണ്. അവൻ്റെ സ്വാഗത സംഘം അടക്കമുള്ള യോഗങ്ങളിൽ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായതറിയോ? ഈ ജാഥയുടെ സംഘാടക സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ C രാധാകൃഷ്ണനാണ്, എഴുത്തുകാരൻ. അപ്പോൾ പ്രീതി ചേച്ചി എനിക്ക് വലിയ സ്നേഹ ബഹുമാനങ്ങളുള്ള ആളാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ബഹുമാന്യായ പത്നി ശ്രീമതി പ്രീതി നടേശൻ. അപ്പോൾ പ്രീതി ചേച്ചി ശബരിമലയെ പ്രക്ഷോഭകാലത്തും വിശ്വാസികൾക്കൊപ്പം നിന്ന ആളാണ്. അതെ, യോഗങ്ങളിൽ പങ്കെടുത്തു. വലിയ വാർത്തയായിരുന്നു. വെള്ളാപ്പള്ളി പറഞ്ഞ നിലപാടിനെതിരെ വർത്തമാനം പറഞ്ഞു. അതെ അതെ. അപ്പോൾ ഇത് വല്ലാതെ ഇങ്ങനെ കുഴഞ്ഞും മറിഞ്ഞും കിടക്കാണ്. ചക്ക കുഴയുന്ന പോലെ കുഴയുകയാണ്. കാരണം ഞാൻ അതിനകത്ത് പറയുന്നത് CPM-ൻ്റെ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, അത് കണ്ടുപിടിക്കണം. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ കിട്ടിയാലേ രക്ഷപ്പെടുമെന്നുള്ള CPM തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മാതാ അമൃതാനന്ദമയ്യെ കുറിച്ച് AK ബാലൻ പറഞ്ഞത് എന്താണെന്നറിയോ? സിൽക്ക് സ്മിതയ്ക്കാണ് ഉപമിച്ച് AK ബാലൻ ആഭാസകരമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആ മാതാ അമൃതാനന്ദമയി ദേവിയെ പള്ളിക്കാവിൽ പോയി കണ്ട് ചേർത്ത് നിർത്തി നെറുകയിൽ ചുംബിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ. കടപ്പുറം സുധാമണി എന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് CPM-ആണ്. CPM-ന്റെ ചാനലായ കൈരളിയിലാണ്, മമ്മൂട്ടി ചെയർമാനായ കൈരളിയിലാണ് ഇപ്പോൾ രാജ്യസഭാ അംഗമായ കന്യാസ്ത്രീകളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ജോൺ ബ്രിട്ടാസ് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വിദേശത്ത് പോയി ഇന്റർവ്യൂ നടത്തി അമ്മയെ ആക്ഷേപിച്ചത്. അതേ CPM ഇപ്പോൾ നിൽക്കുന്ന നിലപാട്. അപ്പം ഹിന്ദു പാർട്ടിയായിട്ട് CPM മാറുകയാണ്. അപ്പൊ കാലങ്ങളായിട്ട് ഇതൊരു ഹിന്ദു പാർട്ടിയാണെന്നുള്ള നഷ്ടപ്പെട്ടു പോയെന്ന് തിരിച്ചറിഞ്ഞു. മാത്രമല്ല BJP ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുന്നു. കാരണം ഈ മുസ്ലിങ്ങളുടെ കൂടെ നടന്നിട്ട് ഒരു കാര്യമില്ല. അവർ സമയമാകുമ്പോൾ UDF-നെ വോട്ട് ചെയ്യത്തുള്ളൂ എന്ന് കൃത്യം അവർക്ക് വേണം. പാർട്ടി സ്ഥാനങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ പാർട്ടി ചേരും. അപ്പോൾ മുസ്ലിം പ്രീണനം കൊണ്ട് വലിയ നഷ്ടമുണ്ടായി എന്ന് CPM തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി സുകുമാരൻ നായരെ പിടിക്കണം, വെള്ളാപ്പള്ളിയെ പിടിക്കണം, ഇനി ആരെയൊക്കെ പിടിക്കും അവരെയൊക്കെ പിടിക്കണം. ഹിന്ദു പാർട്ടി ആവണം. BJPക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ വോട്ടുകൾ മുഴുവൻ BJPക്ക് പോകുന്ന സ്ഥിതി തടയണം. ഇതാണ് ഇപ്പോൾ CPM വളരെ വിദഗ്ധമായി കളിച്ചുകൊണ്ടിരിക്കുന്ന കളി. അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ കേരളത്തിലെ സമാദരണീയരായ രണ്ട് സമുദായത്തിൻ്റെ നേതാക്കന്മാർ തയ്യാറായോ ഇല്ലയോ എന്നതാണ് ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ ചിന്തിക്കേണ്ടത്. അപ്പം സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായരെക്കുറിച്ച് ആക്ഷേപങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ ഒരു കാലത്ത് നീക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു സിസ്റ്റം, ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് എന്ന് പറയുന്നത് എൻ്റെ രാജ്യസഭ പോലെയാണ്. കുറേ ആളുകൾ ഇങ്ങനെ വന്നു പോയിരിക്കും. അപ്പോൾ അവർക്ക് ഒരിക്കലും ഈ വരുന്ന ആളുകൾ മുഴുവൻ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് വരത്തുള്ളൂ. നേരത്തെ പഴയ നമ്മുടെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിൻ്റെ അച്ഛനായിരുന്ന പഴയ മന്ത്രി ബാലകൃഷ്ണപിള്ള അറിയാമോ? NSSൻ്റെ ആളായിരുന്നു. ബാലകൃഷ്ണപിള്ള ഒരിക്കൽ NSS ഡയറക്ടർ ബോർഡിലേക്ക് ജയിച്ചു. പുള്ളിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. വീണ്ടും ജയിച്ചു, അപ്പോഴും റദ്ദാക്കി. വീണ്ടും ജയിച്ചു, അപ്പോഴും റദ്ദാക്കി. ജനാധിപത്യപരമായ ആളുകൾ വോട്ട് ചെയ്ത് ജയിച്ചപ്പോൾ അത് റദ്ദാക്കി. അവസാനം പിന്നെ പുള്ളി കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ഡയറക്ടർ ബോർഡിൽ വരാൻ പറ്റും. ഇതാണ് NSSൻ്റെ ഒരു സിസ്റ്റം. NSSൻ്റെ ഈ കരയോഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാം ഒരേ സമയത്തല്ല, പലപ്പോഴാണ് നടക്കുന്നത്. അതുകൊണ്ട് ഓരോ കരയോഗത്തിലും ആര് വരണമെന്ന് നേതൃത്വത്തിൽ തീരുമാനിക്കാൻ കഴിയും. അതായത് മുമ്പൊരിക്കലും എന്നോട് ഒരാൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരുപാട് സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അദ്ദേഹം ഒരാളൊരു കഥ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് 150 വീടുകളാണ് ഉണ്ടായിരുന്നത്. 150 വീടുകൾ ഉണ്ടായിട്ട് അവിടെ തെരഞ്ഞെടുപ്പിനുള്ള നടപടിയൊക്കെ ആരംഭിച്ചപ്പോൾ ഒരു സംഘം ബദലായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് കഴിഞ്ഞ് പുതിയ വോട്ടർ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അറിയാം 150 വോട്ടർമാർ 450 എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ സാധാരണ ഒരാൾക്ക് മെമ്പർഷിപ്പ് ഉള്ളത്. പക്ഷേ ഈ 150 വീട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നറിയോ? എല്ലാവരും 3-4 പേരെ അങ്ങ് മെമ്പർഷിപ്പ് ചേർത്തു. അപ്പോൾ മറ്റേ എതിർ ടീമിനുള്ള പണിയായി. അപ്പോൾ വീട്ടിൽ അച്ഛന് മാത്രം മെമ്പർഷിപ്പ്, മകനെയും ഭാര്യയും കൊണ്ടുകൂടെ മെമ്പർഷിപ്പ് പിടിക്കും, ഭാര്യയും മകനെയും കൊണ്ട് മെമ്പർഷിപ്പ് പിടിക്കും. അങ്ങനെ 3-4 പേരെ കൊണ്ടൊക്കെ മെമ്പർഷിപ്പ് പിടിപ്പിച്ച് വോട്ടർ പട്ടിക 150 എന്നുള്ള നോക്കണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നത് വോട്ടർ പട്ടിക പൂർത്തിയാക്കി കഴിഞ്ഞതാണ്. അതെ, 150 പേരുടെ വോട്ടർ പട്ടികയായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളും വന്നു. ഉടനെ അത് ക്യാൻസൽ ചെയ്ത് അത് ഞാൻ മായ്ച്ചു കളഞ്ഞു കേട്ടോ. ആദ്യമായിട്ട് തുടങ്ങാൻ പുതിയ വോട്ടർ പട്ടിക ഉണ്ടാക്കി.
എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ എനിക്കറിയാവുന്ന ഒരാൾ അതിലേക്ക് ഒരു യൂണിയൻ കമ്മിറ്റിയിലൊക്കെ മറ്റോ ജയിച്ചു വന്നു. അത് അവർക്ക് അത്ഭുതമായി പോയി. ഇത്രയും മറ്റേ പാനൽ തോറ്റുപോയി, ബദൽ പാനൽ വന്നത് തോറ്റുപോയി, ഒരാൾ മാത്രം ജയിച്ചു. എന്നിട്ട് ഇദ്ദേഹം അപ്പോൾ ഇത് ഇങ്ങനെ ഒരാൾ നേതൃത്വം മുന്നോട്ട് വെച്ച, സംസ്ഥാന നേതൃത്വം പെരുന്ന മുന്നോട്ട് വെച്ച പാനലിനെതിരെ ഒരാൾ ജയിച്ചു വന്നു എന്നുള്ളത് കേരളം മുഴുവൻ ചർച്ചയായി. അങ്ങനെ ഇതൊരു സാധുവായ മനുഷ്യനാണ്, എനിക്കറിയാം, ആ പേര് ഞാൻ പറയുന്നില്ല. വളരെ സാധുവായ ഒരു മനുഷ്യൻ, വളരെ സ്നേഹനിധിയായ ഒരു മനുഷ്യൻ. അദ്ദേഹം വൈക്കത്ത് ഒരു കല്യാണത്തിന് പോയി കഴിയുമ്പോൾ അവിടെ ഇരുന്ന ആളുകളൊക്കെ വെടിവെട്ടം പറയുകയാണ്. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ എന്നാലും വലിയ സംഭവമായി കിട്ടും. അവിടെ എങ്ങനെ ഒരാൾ ജയിച്ചു? ഉടനെ ഈ പുള്ളി നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഒരാൾ അതെങ്ങനെ ജയിക്കാതിരിക്കുക, അവനെ എല്ലാവർക്കും പേടി, അവൻ ആ നാട്ടിലെ അറിയപ്പെടുന്ന ഗുണ്ടയാണത്. അങ്ങനെ പറഞ്ഞു. എന്നോട് പറഞ്ഞാണ് ഈ പുള്ളിയാണ് ഒരു അശ്വമാത്രനായ ഒരു മനുഷ്യൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് തമാശയല്ല. അപ്പോൾ NSSനെ സംബന്ധിച്ച് NSSന് ഒരിക്കലും നേതൃത്വം മാറ്റാൻ പറ്റില്ല, വലിയ പാടാണ്. SNDP യോഗത്തിൽ അങ്ങനെയാണ്. കാരണം ആരൊക്കെ വോട്ടർമാരായിട്ട് പോകണമെന്ന് അവരാ തീരുമാനിക്കുന്നത്. പിന്നെ ഇങ്ങനെ SN ട്രസ്റ്റിലാണെങ്കിൽ ഒരു കാരണം അവിടെ 1 ലക്ഷം രൂപയോ മറ്റോ മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് വോട്ടവകാശമുള്ളത്. അതിപ്പോൾ ഭൂരിപക്ഷം ഇപ്പോഴും ഭരിക്കുന്നവർക്ക് അനുകൂലമാണ്. അപ്പോൾ ഇവരെ മാറ്റുക എന്നുള്ളതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇവർ രണ്ടുപേരും SNDP യോഗത്തെ സംബന്ധിച്ചെടുത്ത് SNDP യോഗം ഇത്രമേൽ ആരോപണ വിധേയമായി മാറിയിട്ടില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ അവിടെ BDJS കൊണ്ട് പാർട്ടി എടുക്കുന്ന ഒരു നിലപാടുണ്ട്, പ്രീതി ചേച്ചി എടുക്കുന്ന നിലപാടുണ്ട്. ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശൻ മുൻപും ശബരിമല ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടല്ല, സർക്കാരിന് അനുകൂലമായിട്ടാണ് നിലപാടെടുത്തത്. അദ്ദേഹത്തിൻ്റെ നിലപാട് മാറി, അദ്ദേഹം ആ നിലപാടിൽ തന്നെ തുടരുകയാണ്. പക്ഷേ നിലപാട് പെട്ടെന്ന് മാറ്റിയത്, ഓന്തു മാറുന്നത് പോലെ മാറ്റിയത് ആരാണ്? NSS ആണെന്ന് അവർ പറയുന്നു. എനിക്കറിയാമില്ല. പിന്നെ ഈ അഭിപ്രായം ഇരുമ്പുലക്കൊന്നുമല്ല, NSSനും മാറ്റാം. ഏതായാലും മരുമകൻ ജയിലിൽ പോകാതെ സംരക്ഷിച്ചാൽ, മകൾക്ക് ഒരു MLA സ്ഥാനം കിട്ടിയാൽ ഏതച്ഛൻ്റെ ഹൃദയവും അലിഞ്ഞു പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.